നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM ജയിച്ചാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ ഭാവി, അല്ലെങ്കിൽ കേരളത്തിൻ്റെ വരാൻ പോകുന്ന ദുരന്തകാലം എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ ദേശത്തുണ്ടായ അതിഭയാനകമായ ഉരുൾപൊട്ടലിൽ 16 ഉറ്റ ബന്ധുക്കൾ മരിച്ച നൗഫലിൻ്റെ ജീവിതകഥ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏതാണ്ട് 788 കോടി രൂപയാണ് ഈ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത്. കൂടാതെ ഏതാണ്ട് 400 കോടി രൂപയോളം കേന്ദ്ര സർക്കാർ നൽകി. ഇതുകൂടാതെയാണ് ആരുടെയും സഹായമില്ലെങ്കിൽ പോലും ദുരിതബാധിതരായ മനുഷ്യരെ മുഴുവൻ പുനരധിവസിപ്പിക്കാം എന്ന് നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരും മതസംഘടനകളും സന്നദ്ധ സംഘടനകളും വാഗ്ദാനം ചെയ്തത്. കണക്കിൽപ്പെടാത്ത കോടികളുടെ മറ്റൊരു കണക്ക് കൂടിയുണ്ട്. ദുരിതമുണ്ടായ ഏതാണ്ട് 2 മാസത്തോളം അവിടെ തമ്പടിച്ച് ആ മനുഷ്യരെ സംരക്ഷിക്കാൻ പണവും ഭക്ഷണവും മറ്റു വസ്തുക്കളും നൽകിയ ആയിരക്കണക്കിന് നല്ല മനുഷ്യരുടെ കണക്കുകൾ. ഇത്രയധികം വിഭവങ്ങളും സമ്പത്തുമുണ്ടെങ്കിലും ദുരന്തം കഴിഞ്ഞ് 2 വർഷം പിന്നിട്ടിട്ടും ഇവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. ധൃതി പിടിച്ച് ഇലക്ഷൻ സമയത്ത് വോട്ട് നേടാൻ പാർട്ടിക്കാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഏതാണ്ട് 178 വീടുകളുടെ താക്കോൽ ദാനം നടത്തി. എന്നാൽ ഒരൊറ്റ വീട്ടിൽ പോലും ആർക്കും ഇതുവരെ താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ താക്കോൽ കിട്ടിയവരിൽ ഒരാളാണ് മുണ്ടക്കൈ സ്വദേശിയായ നൗഫൽ സർക്കാരിൻ്റെ പുതിയ എസ്റ്റേറ്റിലേക്ക് വരാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം കമ്മ്യൂണിറ്റി ലൈഫാണ്. മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒരുമിച്ച് താമസിച്ചിരുന്ന മനുഷ്യർക്ക് കൂടുതൽ ഒരുമയോടെ കഴിയാൻ പറ്റുന്ന സാഹചര്യമാണല്ലോ എന്നോർത്താണ് നൗഫൽ വീട് വാങ്ങിയത്. നൗഫലിന് മുമ്പിൽ 2 ഓഫറായിരുന്നു. വേണമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ തരാം, നിങ്ങൾ എവിടെയെങ്കിലും പോയി താമസിച്ചോളൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വീട് തരും, അതിന് 30 ലക്ഷം രൂപയാണ് ചെലവായി കണക്കാക്കുന്നത്. അവിടെ തന്നെ കണക്ക് വിചിത്രമാവുകയാണ്. സർക്കാർ പണം കൊടുക്കുകയാണെങ്കിൽ 15 ലക്ഷമേ കൊടുക്കൂ, വീട് പണിയുകയാണെങ്കിൽ 30 ലക്ഷമാണ് വീടിന് പണിച്ചെലവ്. കൂടാതെ ടൗൺഷിപ്പ് എന്ന പേരിൽ കോടികളുമുണ്ട്. പക്ഷേ എത്ര തിരിച്ചും മറിച്ചും കണക്ക് കൂട്ടിയാലും സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ 500 വീടിൽ താഴെ കൊടുക്കാൻ ഇത്രയും രൂപയാവില്ല. എന്നിട്ടും ഈ ആയിരക്കണക്കിന് കോടി എവിടെ എന്ന് വ്യക്തമായ കണക്ക് പോലും സർക്കാരിനില്ല. ആ സർക്കാർ നൗഫലിന് പണിതു കൊടുത്ത വീടാവട്ടെ ആദ്യ മഴയിൽ തന്നെ ചോർന്നു. താക്കോൽ വാങ്ങിയത് കൊണ്ട് തന്നെ വീട്ടിൽ പോവാറുണ്ട്. താമസം തുടങ്ങിയില്ലെങ്കിലും മഴ പെയ്തപ്പോൾ വിള്ളൽ കാണുകയും ആ വിള്ളൽ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ആ കൺസ്ട്രക്ഷൻ കമ്പനി അത് പുട്ടിയിട്ട് അടച്ച് തലയൂരാൻ ശ്രമിച്ചപ്പോഴാണ് നൗഫൽ മാധ്യമങ്ങളോട് പറഞ്ഞതും വാർത്തയായതും. ഇതോടെ CPMൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു. വയനാട്ടിലെ ദുരിതബാധിതരുടെ പേരിൽ കോടികൾ അടിച്ചു മാറ്റുകയും എന്നാൽ അത് മറച്ചു വെച്ച് മഹത്തായ എന്തോ സേവനം പാർട്ടിക്കാർ അവരുടെ കയ്യിൽ നിന്ന് ചെയ്തു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന നികൃഷ്ട മനസ്സുള്ള CPMകാർ നൗഫലിനെ വെറുതെ വിട്ടില്ല. ഓർക്കണം, CPM പിരിച്ചെടുത്ത പണമല്ല, പാർട്ടി നേതാക്കൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല, നാട്ടുകാർ കൊടുത്ത പണം അതിൻ്റെ 4/1 പോലും ചെലവഴിക്കാതെ ബാക്കി എന്ത് സംഭവിച്ചു എന്ന് പറയാതെ അതിൽ പണി തീർത്ത ഒരു വീടിന് ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ വീട് കിട്ടിയ നൗഫലിന് നേരെ കടുത്ത സൈബർ ആക്രമണം അഴിച്ചുവിട്ടു. 15 ലക്ഷം രൂപ കൊടുത്ത് നൗഫലിനെ അവിടെ നിന്ന് പുറത്താക്കണം എന്നാണ് സഖാക്കളുടെ വെളിപാട്. മറക്കരുത്, ഉറ്റവരായ 16 പേർ ഈ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയ മനുഷ്യനാണ് നൗഫൽ. എന്നിട്ടും നാടിൻ്റെ ഓർമ്മ ഇല്ലാതാവാൻ വേണ്ടി സർക്കാരിൻ്റെ പണം കൊണ്ട് തീർത്ത വീട്ടിലേക്ക് താമസിക്കാൻ തീരുമാനിച്ചു. CPMകാർ പിരിച്ചെടുത്തു കൊടുത്ത പണമല്ല. മറ്റ് പാർട്ടിക്കാരും സന്നദ്ധ സംഘടനകളും ഒക്കെ വാഗ്ദാനം ചെയ്തിട്ടും സർക്കാർ വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചത് ദുരഭിമാനമോർത്ത് തന്നെയാണ്. ആരുടെയും ഔദാര്യത്തിൽ കഴിയേണ്ട കാര്യമില്ല എന്ന് അധ്വാനിയായി നൗഫലിന് തോന്നി. ഇപ്പോൾ ജീവിതം മുമ്പോട്ട് നീട്ടുന്നത് ഓട്ടോ ഓടിച്ചാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ പണം എൻ്റെ പണമാണ്, എൻ്റെ കൂടി പണമാണ്, ലോകം മുഴുവനുള്ള മനുഷ്യരുടെ പണമാണ്, നികുതി പണമാണ്. അതുകൊണ്ട് ആ പണം വാങ്ങുന്നതിൽ ഒരു ഔദാര്യവുമില്ല, അത് അവകാശമാണ് എന്ന് വിശ്വസിച്ച നൗഫൽ ആ വീടിൻ്റെ ചോർച്ച ചൂണ്ടിക്കാണിച്ചപ്പോൾ ദാനം കിട്ടുന്ന പശുവിൻ്റെ പല്ലെന്തിനാട എണ്ണുന്നേ എന്ന തരത്തിൽ ആക്രമിക്കുകയാണ്. ആര് ദാനം കൊടുത്തു? CPM ആണോ? പിണറായി വിജയനാണോ? പാർട്ടി സഖാക്കളാണോ? അല്ല, നമ്മൾ സ്നേഹം കൊണ്ട് കൊടുത്തതാണ്. അത് ദാനമല്ല, അത് അവകാശമാണ്. അവിടെ ഓരോ മനുഷ്യരുടെയും ആ അവകാശമാണ് ദാനമാക്കി മാറ്റി അതിൽ അടിച്ചുമാറ്റൽ സംഭവിച്ചതുകൊണ്ട് ദുരന്തമായി മാറിയപ്പോൾ അതിനെ ചോദ്യം ചെയ്തവരെ ഇങ്ങനെ അപമാനിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ CPMനല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ? തൊട്ടടുത്ത് തന്നെ സർക്കാർ ഇതുപോലെ പുനരധിവസിപ്പിച്ച ഒരു ഇടമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ദുരന്തം ബാധിച്ചവരെ മാറ്റിപ്പാർപ്പിച്ച വീട്.
അവിടെ കയറി ഞാൻ കണ്ടതാണ്. ഇപ്പോഴും മഴ പെയ്യുമ്പോൾ അവർ ബക്കറ്റിൽ വെള്ളം പിടിക്കുന്ന ദുരിത കാഴ്ച. സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ അടിച്ചു മാറ്റാനുള്ളതാണ്. അതവർ അടിച്ചു മാറ്റും. അടിച്ചു മാറ്റിയിട്ട് അതിൻ്റെ പേരിൽ മേനി നടിച്ച് അവർ വോട്ട് നേടും. ആരെങ്കിലും ആ വൃത്തികേട് ചൂണ്ടിക്കാട്ടിയാൽ അവരെ സൈബർ ആക്രമണം നടത്തി വധശിക്ഷയ്ക്ക് വിധിക്കും. നൗഫലിനെ ഇപ്പോൾ കൊല്ലാക്കൊല ചെയ്യുകയാണ്. നൗഫലിനെ മാത്രമല്ല, നൗഫലിൻ്റെ വീട്ടുകാരെയും അധിക്ഷേപിക്കുന്നു. നൗഫലിനെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം സൃഷ്ടിച്ച് അപമാനിക്കുന്നു. പക്ഷെ നൗഫലിനൊരു കൂസലുമില്ല. ഞാൻ ആരുടെയും ഔദാര്യം വാങ്ങിയിട്ടില്ല. ഇത് സർക്കാരിൻ്റെ പണം കൊണ്ട് പണിത വീടാണ്. അവിടെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ സർക്കാരിനല്ല, പണിയേൽപ്പിച്ച ഊരാളുങ്കലിനാണ്. അത് തിരുത്തേണ്ട ബാധ്യതയാണുള്ളത്. മന്ത്രി പക്ഷെ പകയോടെ പെരുമാറുന്നു. മന്ത്രി ഇവിടെ വന്ന് എന്താണെന്ന് അന്വേഷിക്കാതെ അത് മാർക്കറാണ് എന്ന് നുണ പറഞ്ഞു. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ പോലും പോയി കണ്ട് പരിശോധിക്കാവുന്നതാണ്. മന്ത്രി തൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നോട് പറഞ്ഞില്ല. താൻ അറിഞ്ഞു കിട്ടി ചെന്നപ്പോൾ തന്നെ മന്ത്രിയുടെ അടുത്തേക്കോ വീട്ടിലേക്കോ കയറ്റിയില്ല. ഇത്തരത്തിൽ CPIM ഈ ദുരന്തത്തെ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും PR ഗിമ്മിക്സിനും ഉപാധിയാക്കി മാറ്റുമ്പോൾ ഒരിക്കൽ കൂടി ഇവർ ഭരിക്കേണ്ടി വരുന്ന അവസ്ഥ എത്ര ഭയാനകമാകും. CPMൻ്റെ സൈബർ ബലാത്സംഗത്തിനിരയാവുന്ന നൗഫൽ വേദനയോടുകൂടി അതേക്കുറിച്ച് ഇങ്ങനെയാണ് മറുനാടനോട് പറഞ്ഞത്. നിലവിലുള്ള ഒരു അവസ്ഥ എന്താണ്? സൈബർ അറ്റാക്കിന്റെ ഒരു സ്ഥിതി എങ്ങനെയുണ്ട്? അത് ഇപ്പോ മന്ത്രി പറഞ്ഞപ്പോ കുറച്ച് കുറഞ്ഞിക്കണ്. കുഴപ്പമൊന്നുമില്ല, പറഞ്ഞോട്ടെ, പറയുന്നോളി പറഞ്ഞോട്ടെ. നമ്മള് സത്യസന്ധതകൾ നമ്മൾ പുറത്ത് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. കാരണം എന്റെ വീടിന്റെ അവസ്ഥ ആയതുകൊണ്ട് ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഞാൻ ഒരു രാഷ്ട്രീയപരമായിട്ടൊന്നുമല്ല, രാഷ്ട്രീയത്തിന് ഞാൻ ഒരു സർക്കാരിനെ ഞാൻ കുറ്റപ്പെടുത്താനും ഒന്നും ഞാൻ ഒരു ബാധ്യസ്ഥനും അല്ല. ഞാൻ അതിന് നിൽക്കൂല. കാരണം എന്റെ വീടിന്റെ അവസ്ഥ ഇങ്ങനെ വന്നപ്പോ ഞാൻ അത് മാധ്യമ പ്രവർത്തകരും ഞാൻ അത് കാണിച്ചു. അത്രേ ഉള്ളൂ. ശരിക്കും ചോർച്ചയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് ഇത് ചോർന്നുകൊണ്ടിരിക്കുന്നത്? ചോർച്ച എന്ന് പറയുമ്പോൾ 1.5 മീറ്റർ വെള്ളിച്ച വന്നിട്ടുണ്ട് മെയിൻ സ്ലാബിൽ. ആ മെയിൻ സ്ലാബിൽ കെട്ടിയിട്ട് അവിടെ ഞാൻ പോയി നോക്കുമ്പോൾ മഴ പെയ്തിട്ടാണ് ഞാൻ പിറ്റേ ദിവസം പോയി നോക്കണത്. ഓക്കെ. മഴ പെയ്ത വെള്ളം വേറെയുണ്ട്, ഈ ബണ്ട് കെട്ടിയ ഭാഗം വേറെയുണ്ട്. ആ ബണ്ട് കെട്ടിയ ഭാഗത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഞാൻ നേരെ താഴെ പോയി നോക്കുമ്പോൾ ആ കിനിവുണ്ട്. അത് ഊരാലെങ്കിൽ മാർക്കും ചെയ്തിട്ടിട്ടുണ്ട്. ശരി ശരി. അപ്പൊ ഡോറിന് അതും കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ എഞ്ചിനീയറെ വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ച്, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മൊത്തം ശ്രദ്ധാപൂർവ്വം ഞാൻ മൊത്തം നോക്കി. അപ്പൊ ഡോറ് മൊത്തം കംപ്ലൈന്റ്. ഞാൻ ചോദിച്ചു ഇതെന്താണ് ഡോറ് വരെ, ബെഡ്റൂമിന്റെ ഡോറ് വരെ ഇങ്ങനത്തെ പഴയ ക്വാളിറ്റി സാധനങ്ങളാണോ ഇങ്ങനെ ഫിറ്റ് ആക്കിയതെന്ന് ചോദിച്ചപ്പോൾ അവരെന്നെ പറഞ്ഞത് അത് ഞങ്ങൾ ശരിയാക്കി തരും പറഞ്ഞിട്ട് അവര് ഡോറ് പൂട്ടിയിട്ട് അവര് പോയി. പിന്നീടാണ് പിറ്റത്തെ ദിവസമാണ് ഞാൻ ഇത് മാധ്യമങ്ങളെ ഞാൻ കാണിക്കണത്. കാരണം എനിക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല, അവര് വാതിൽ പൂട്ടി പോയതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയില്ല. അത് അവരുടെ കസ്റ്റഡിയിലായി ഈ വീട് ശരിക്കും അല്ലേ? അതെ, അവരെ കസ്റ്റഡിയിൽ തന്നെയാണല്ലോ ഇന്നും. പിന്നെ ഇപ്പോ പണി തീരുന്നവരെ അവിടെ കസ്റ്റഡിയിൽ തന്നെയാണല്ലോ. ചാവിയൊന്നും നമുക്ക് തന്നിട്ടില്ലല്ലോ. ഓക്കെ. എത്രാമത്തെ വീടാണ് ഈ നൗഫലിന് ഇപ്പൊ തന്നിരിക്കുന്നത്? എത്ര നമ്പർ വീടാണ്? ഫേസ് 1A 8 വന്നിരിക്കുന്നത്. വേറെ അവിടെ ഈ മറ്റു വീടുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? അതുണ്ട്, ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് ആൾക്കാരും ഉണ്ടാകാൻ നിൽക്കണുണ്ട്. കാരണം അവരവരുടെ സംഘടന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഒന്നും പറയരുത്, കാര്യങ്ങൾ പറയരുത്. ഒരുപാട് ചുമരിന് വിള്ളലുണ്ട്. എല്ലാ വീടിനും ചുമരിന് വിള്ളലും മനസ്സിലാവിനും ഇപ്പൊ തന്നെ ഞാൻ കുറച്ച് വീടിന്റെ ഇത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അപ്പത്തനും ഒരു 3 വീടിന്റെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. കാരണം 3 വീടിന് തന്നെ ഒരു 10-15 വീട് നോക്കുമ്പോ തന്നെ 3 വീടിന് വിള്ളല് വന്നിട്ടുണ്ട്. ഇത് തിരക്കിട്ടാണോ ഇവര് പണിത്? ഇത് പെട്ടെന്ന് പണിത് തീർക്കുമായിരുന്നോ? അങ്ങനെ വല്ലതും ആയിരുന്നോ? അത് എന്താ കറക്റ്റ്, അത് നോട്ടക്കുറവിന്റെ ഒരു ഇതന്നെയാണ്, ശ്രദ്ധക്കുറവാണ് അത്. ഈ പറയുന്ന ഈ മാർക്ക് ചെയ്തോന്ന് ഈ മന്ത്രി രാജൻ പറയുന്നത് ഇത് അവിടുത്തെ എഞ്ചിനീയർമാർ തന്നെ മാർക്ക് ചെയ്തതല്ലേ? അതെ തീർച്ചയായും എഞ്ചിനീയർ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, അല്ല അത് അവര് അങ്ങനെ അകത്ത് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്താ? പൊട്ടൽ കണ്ട ഭാഗമാണോ അവർ മാർക്ക് ചെയ്തത്? പൊട്ടൽ 100% പൊട്ടൽ കണ്ട ഭാഗത്തല്ല ഇവര് മാർക്ക് ചെയ്യുള്ളൂ. ഇപ്പൊ ചോർച്ച ഉണ്ടെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുണ്ടല്ലേ നിലവിൽ? അതെ, 100%. ഓക്കെ. അപ്പൊ അദ്ദേഹം ആദ്യം അവിടെ വന്നിട്ട് ഈ മാർക്കർ കാണിച്ചിട്ടാണ് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരച്ചൊക്കെ കളഞ്ഞിട്ട് ഇത് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ആദ്യം സംസാരിച്ചത് അല്ലേ? അതെ. നൗഫലിന് നേരിട്ട് ഭീഷണി വല്ലതും ഉണ്ടോ? ഇപ്പൊ നേരിട്ട് ഭീഷണി ഉണ്ടോ? നേരിട്ട് ഭീഷണിയൊന്നുമില്ല. നേരിട്ട് ഭീഷണി കാണിച്ചാൽ ഞാൻ അപ്പോ കംപ്ലൈന്റ് ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യും. ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ വരികയാണെന്ന് ഞാൻ കംപ്ലൈന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ഇത്രയും വിവാദം ഉണ്ടായപ്പോ നമ്മൾ ഈ വീട് ഉപേക്ഷിച്ച് പോകാൻ നമ്മൾ തയ്യാറല്ല, ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അല്ലേ? ഏത് വീട്? ഇപ്പൊ നമുക്കിപ്പോ ഇവര് തന്ന വീട്ടിൽ തന്നെ നമുക്ക് താമസിക്കണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം? അതെ. ഇത്രയും വലിയ ഇപ്പം ഒത്തിരി പേര് സൈബർ അറ്റാക്ക് നടത്തുന്നവർ പറയുന്നത്
നൗഫലിന്റെ ഈ വീട് തിരിച്ചെടുക്കണം, നൗഫലിന് ഇങ്ങനെയുള്ളവർക്ക് വീട് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരു മാനസിക വിഷമമില്ലേ? അതെങ്ങനെ നമുക്ക് തോന്നൂലല്ലോ, കേരള ജനത മൊത്തം തന്ന പൈസ അല്ലേ. അപ്പോ ഞാനിപ്പോ വേറൊരു വീട്ടിൽ പോയി കേരള ജനത മൊത്തം പറയാന്ന് വെച്ചാൽ ഞാൻ വേറെ പോവും, ആ അത് ഒരു കുഴപ്പമില്ല. ആ ഒരുപാട് 10 റുപ്യ 20 റുപ്യ അങ്ങനെ തന്ന പൈസ അല്ലേ, ഒരു ഫണ്ടല്ലേ. അതെ ഫണ്ട് സർക്കാരിനെ വിശ്വസിച്ചിട്ടല്ലേ ഈ ഫണ്ടൊക്കെ ഇവര് കൊടുത്തിട്ടുണ്ടാവുക ജനങ്ങള്. അതെ 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 ജനങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഈ വീട് ഞാനും ഏറ്റെടുത്തിട്ടുണ്ടാവുക. അതെ അതെ ആ വീട് വേറൊരു ഒരുത്തനിക്ക് ഒരു കൈമാറ്റം ചെയ്യുക പറയുമ്പോൾ, കാരണം അതൊന്നും എനിക്ക് ആലോചിക്കാൻ പറ്റൂല. കാരണം അതൊക്കെ കേരള ജനതയെ ഒരു വഞ്ചിക്കണ പോലെയാണ്. കാരണം എത്ര കോടി തന്നാലും ഞാൻ ആ വീട് ആർക്കും വിട്ടുകൊടുക്കില്ല. കാരണം ഞാൻ അവിടെ തന്നെ ജീവിക്കാൻ എത്ര കാലത്തോളം ഞാൻ ജീവിക്കും, അതുവരെ ഞാൻ അവിടെ തന്നെ ഞാൻ ജീവിക്കും. കാരണം പലരും പല കമാൻഡും പല കാര്യങ്ങളും വിടും, അതെനിക്കറിയാം. ആ അത് വിട്ടോട്ടെ. പക്ഷെ ഇത്രയും ആൾക്കാരെ ഞാൻ വഞ്ചിക്കുക എന്നുള്ള ഇത്ര ലക്ഷം കോടികൾ, ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ഓ ഇത്രയും പൈസ ഞാൻ മേടിച്ചിട്ട് ഞാൻ വേറെ പോവുകയാണെച്ചെങ്കിൽ ഈ ജനത എന്നെ കൊല്ലും. അതെ ആ അല്ല, അതിന് ഒരു തന്തക്ക് ജനിച്ച ഒരാൾ തന്നെയാ. പക്ഷെ കറക്റ്റ് ആയിരിക്കണം. അത് സർക്കാരിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ അവിടെ കറക്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അവിടെ നിർത്തിയിട്ടില്ല, ഈ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടില്ല. ഒരു കോണ്ടാക്ട് ടീമിനെ അവിടെയാണ് നിർത്തിയിട്ടുള്ളൂ. പിന്നെ സർക്കാരിന്റെ ഒരു ഓഫീസറായിട്ട് അവിടെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഈ നൗഫൽ എത്ര വർഷം പ്രവാസിയായിരുന്നു? ഞാൻ 18 വർഷം 18 വർഷം. ഇപ്പൊ ഈ ദുരന്തത്തിന് ശേഷമാണോ നാട്ടിലെത്തുന്നത്? നാട്ടില് വന്നിട്ട് പിന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഓക്കെ ഓക്കെ. ഇപ്പൊ ഓട്ടോറിക്ഷ ഓടിക്കുന്നു അല്ലേ? ഇപ്പൊ ഓട്ടോ ഓടിച്ചിട്ട് അങ്ങനെ പോകുന്നു. അപ്പൊ നിലവിൽ എവിടെയാ താമസിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നിലവില് വാടകയ്ക്ക് മറ്റേ അരപ്പറ്റ 52 എന്ന് പറയും. ഓക്കെ 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 ഓക്കെ. നാപ്പാടി. ശരി നൗഫലെ, പ്രതികരിച്ചതിന് വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു.